ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൻപയർ തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നൈനുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തോരൻ. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് വൻപയർ ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിലാണ് വേവിക്കുന്നത്. അതുകൊണ്ട് കുക്കറിലേക്ക് ഞാൻ വൻപയർ മാറ്റിയിട്ടോ. എന്നിട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുത്തു. സാധാ വൻപയർ പോലെയല്ല, ഇതിന് ഇത്തിരി വേവുണ്ട് കേട്ടോ. അതിന് കുറച്ച് വലിപ്പം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് കുറച്ച് ചെറിയ വൻപയറാണ് കേട്ടോ ഇഷ്ടവും. ഇതിന് കുറച്ച് വേവുണ്ട് കേട്ടോ. സാധാ വൻപയർ ഒരു വിസിലൊക്കെ മതിയാവും, പക്ഷേ ഇതിന് 2 വിസിലടിച്ചിട്ട് അതിൻ്റെ പ്രഷർ കളയുക ചെയ്യുന്നത്. അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതും 2-3 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് ചെറുതായി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു. ഈ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തത്. അപ്പോൾ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് വൻപയർ ചേർത്ത് കൊടുത്തു. അപ്പോൾ വൻപയറിന് കുറച്ച് വേവ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു. വൻപയർ ഇങ്ങനെ കഴിക്കാമെങ്കിലും മക്കൾക്ക് കുറച്ചുകൂടി തേങ്ങ ചേർക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതിലേക്ക് 2 സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്തു കേട്ടോ. ഇന്ന് രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ ഇവിടെ. ഓരോ ദിവസം ഓരോ കാലാവസ്ഥയാണ്. പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ അലക്കിയിട്ടു. കുറേ ദിവസം വീഡിയോ ഇടാണ്ടായപ്പം ഒരുപാട് പേര് അന്വേഷിച്ചിരുന്നു, എന്താ പറ്റിയ, സുഖമല്ലേ, മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി. അറിയാത്ത ഒരുപാട് പേര് എന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് ക്ലാസ് ഫോണിലൂടെയാണ് വരിക, അപ്പോൾ വീഡിയോ ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക് ക്ലാസ്സിൽ കയറാൻ. പിന്നെ രണ്ടാമത് നമ്മൾ പകൽ മുഴുവൻ പണിയൊക്കെ ആയിരിക്കും കേട്ടോ. വൈകുന്നേരം വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നൈനുൻ്റെ ഫോൺ കിട്ടൂല. അവൾക്ക് ആ സമയത്തല്ലേ പഠിക്കാനുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നോക്കട്ടെ, ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോളുടെ പഠിത്തവും നടക്കും, എൻ്റെ വീഡിയോ ഇടലും നടക്കും. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് സംഭവിക്കുന്നറിയില്ല. ഇപ്പം ഞാൻ റബ്ബർ ഷീറ്റിന് പുകയിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഏട്ടനുണ്ടെങ്കിൽ ഏട്ടനാണ് ആ ഡ്യൂട്ടി, ഇല്ലെങ്കിൽ ഞാനും അല്ലെങ്കിൽ അമ്മയോ ചെയ്യും കേട്ടോ. അടക്ക പൊളിച്ചതിൻ്റെ തൊണ്ടുണ്ടാവില്ലേ, അത് ഉണക്കിയിട്ട് ആണ് പുകയിടുന്നത് കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ നല്ല കളറ് കിട്ടും കേട്ടോ. നമ്മൾ ചകിരിയൊക്കെ ഇടുമ്പോഴേ ഭയങ്കര പേടിയാണ്, ചിലപ്പോൾ പെട്ടെന്ന് ആളി കത്തിപ്പോവും. ഇതാണെങ്കിൽ അത്ര പേടിക്കാനില്ല, നല്ല പുകയുമായിരിക്കും. എന്നോട് എന്താണെന്നറിയില്ല, ഭയങ്കര പിണക്കാൻ തോന്നുന്നു. എങ്ങനെ തീ കത്തിച്ചിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഒരുവിധമൊക്കെ തീ കത്തിച്ച് അടുപ്പ് അടച്ചു വെച്ച് ഞാനങ്ങ് പോയി. കുറച്ചും കൂടി അലക്കാനുണ്ടായിരുന്നു. ഏട്ടനും തക്കവും അലക്കി പോയതുകൊണ്ട് അതിൻ്റെ കുറേ ഡ്രസ്സൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കറുപ്പ് ഡ്രസ്സൊന്നും ഇനിയിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒക്കെ കഴുകി എടുത്ത് വെക്കണം. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. തക്കടും ഇല്ലാത്തതുകൊണ്ട് നൈനുന് ഇന്ന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഇപ്പോഴും രണ്ടുപേരും ഒന്നിച്ച് പോകുന്നതല്ലേ. ഇന്നാണെങ്കിൽ അത്യാവശ്യം മഞ്ഞോ ഒരു മൂടൽ പോലത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. ചെറിയൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു രാത്രിയായി, ഒരു 10-11 മണിയായി കേട്ടോ. തക്കടും ഏട്ടന് മലയ്ക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ.